നമസ്കാരം. ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. സർക്കാർ ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കർശനമായ പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ്. അർഹരായവർക്ക് മാത്രം പെൻഷൻ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും അനർഹ പട്ടികയിൽ നിന്ന് തുടരുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുമാണ് ഈ പരിശോധനകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പെൻഷൻ വാങ്ങുന്നവരോ വീട്ടിൽ പെൻഷൻ ലഭിക്കുന്ന അംഗങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണേണ്ടതാണ്. സുഹൃത്തുക്കളെ, വർഷങ്ങളായി സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഭാഗമായി വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ തുടങ്ങിയ വിവിധ പെൻഷനുകൾ സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ കാലക്രമേണ പലരുടെയും സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. ചിലർക്ക് പുതിയ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടാവാം, ചിലർ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ടാവാം, ചിലരുടെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ടാവാം. ഇത്തരം സാഹചര്യങ്ങൾ പരിശോധിച്ച് നിലവിലെ അർഹത ഉറപ്പാക്കാനാണ് ഉദ്യോഗസ്ഥർ വിവിധ തലങ്ങളിൽ പരിശോധന നടത്തുന്നത്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് വീടിന്റെ വിസ്തീർണമാണ്. സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരം വലിയ വിസ്തീർണമുള്ള വീടുകൾ സാമ്പത്തിക ശേഷിയുടെ സൂചനയായി കണക്കാക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുകളെക്കുറിച്ച് പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിക്കാറുണ്ട്. അതിനാൽ നിങ്ങളുടെ വീടിന്റെ രേഖകൾ കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. അടുത്തതായി വീടിന്റെ ആഡംബര സൗകര്യങ്ങളെക്കുറിച്ചാണ്. വീട്ടിൽ എയർ കണ്ടീഷണർ സംവിധാനങ്ങൾ, വില കൂടിയ ഇന്റീരിയർ സംവിധാനങ്ങൾ, ആഡംബര ഫ്ലോറിംഗ്, മറ്റു ഉയർന്ന നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ അതും പരിശോധനാ ഘട്ടത്തിൽ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഇത് മാത്രം അയോഗ്യതയ്ക്ക് കാരണമാകണമെന്നില്ല. എന്നാൽ സാമ്പത്തിക നില വിലയിരുത്തുമ്പോൾ ഉദ്യോഗസ്ഥർ ഇത്തരം കാര്യങ്ങളും പരിശോധിക്കാറുണ്ട്. മൂന്നാമത്തെ പ്രധാന കാര്യം, വലിയ അളവിൽ ഭൂമി സ്വന്തമാക്കിയിട്ടുള്ളവരുടെ വിവരങ്ങൾ പ്രത്യേകമായി പരിശോധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഭൂമിയുടെ അളവും നിലവിലുള്ള രേഖകളും കൃത്യമാണോ എന്ന് ഉറപ്പാക്കേണ്ടതാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റവന്യൂ രേഖകളിൽ ശരിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുക. നാലാമതായി, വാഹന ഉടമസ്ഥാവകാശം. സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാർ, ജീപ്പ് തുടങ്ങിയ 4 ചക്ര വാഹനങ്ങൾ സാമ്പത്തിക ശേഷിയുടെ സൂചനയായി കണക്കാക്കപ്പെടാം. അതിനാൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കാൻ സാധ്യതയുണ്ട്. വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച വിവരങ്ങൾ രേഖകളിൽ കൃത്യമായിരിക്കണം. അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുടുംബ വാർഷിക വരുമാനം. കുടുംബത്തിന്റെ വരുമാന വിവരങ്ങൾ സർക്കാർ പരിശോധനയിൽ പ്രധാന ഘടകമാണ്. വരുമാന സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളും യാഥാർത്ഥ്യ വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് കൂടുതൽ പരിശോധനയ്ക്ക് കാരണമായേക്കാം. അതിനാൽ ആവശ്യമായ രേഖകൾ പുതുക്കി സൂക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. സുഹൃത്തുക്കളെ, ഉദ്യോഗസ്ഥർ നേരിട്ട് വീട്ടിലെത്തി വിവര ശേഖരണം നടത്തുകയോ രേഖകൾ പരിശോധിക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യം വന്നാൽ ഭയപ്പെടേണ്ടതില്ല. ആവശ്യമായ രേഖകൾ കൃത്യമായി ഹാജരാക്കുകയും ശരിയായ വിവരങ്ങളും നൽകുകയും ചെയ്യുക. ആധാർ കാർഡ്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ഭൂമിയുടെ രേഖകൾ, വാഹന വിവരങ്ങൾ തുടങ്ങിയ രേഖകൾ കൈവശം സൂക്ഷിക്കുന്നത് പരിശോധനാ സമയത്ത് ഉപകാരപ്പെടും. ഇതിനൊപ്പം മറ്റൊരു പ്രധാന കാര്യം കൂടി പറയാം. പലരും തങ്ങളുടെ പെൻഷൻ നിലവാരം എന്താണെന്ന് അറിയാതെ ഇരിക്കുന്നുണ്ട്. അപേക്ഷ സജീവമാണോ, എന്തെങ്കിലും തടസ്സമുണ്ടോ, പരിശോധന പൂർത്തിയായോ തുടങ്ങിയ വിവരങ്ങൾ ഔദ്യോഗിക സംവിധാനത്തിലൂടെ പരിശോധിക്കാൻ സാധിക്കും. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസ്, മുനിസിപ്പാലിറ്റി ഓഫീസ് അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവയുടെ സഹായം തേടാവുന്നതാണ്. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല ഇത്. അർഹതയുള്ളവർക്ക് ആവശ്യമായ രേഖകൾ കൃത്യമായി ഉണ്ടെങ്കിൽ സാധാരണയായി ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ വിവരങ്ങളിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അവ എത്രയും വേഗം തിരുത്താൻ ശ്രമിക്കുക. വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ ശക്തമാകുമെന്ന റിപ്പോർട്ടുകൾ വരുന്ന സാഹചര്യത്തിൽ പെൻഷൻ വാങ്ങുന്നവർ എല്ലാവരും രേഖകൾ പരിശോധിച്ച് തയ്യാറാക്കേണ്ടത് ആണ്. അതേപോലെ തന്നെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന 2 പ്രധാന വിഷയങ്ങളുണ്ട്. ഒന്നാമത്തെ, ജൂൺ ക്ഷേമ പെൻഷൻ വിതരണം എപ്പോൾ തുടങ്ങുമെന്നാണ്. രണ്ടാമത്തേത്, വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പെൻഷൻ വർധനവ് ഉണ്ടാവുമോ എന്നുള്ള കാര്യമാണ്. വിവിധ മാധ്യമ റിപ്പോർട്ടുകളും രാഷ്ട്രീയ ചർച്ചകളും ഉയരുന്ന സൂചനകൾ പ്രകാരം സർക്കാർ അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റിൽ കൂടുതൽ പ്രാധാന്യം പെൻഷന് നൽകുമെന്നും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക്, അതുപോലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും കൂടുതൽ പരിഗണന ലഭിക്കുമെന്നാണ് വിലയിരുത്തുന്നത്.
ഇതിനിടെ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന കാര്യം ക്ഷേമ പെൻഷൻ വർധനവ്. നിലവിൽ 2000 രൂപ ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ 100 രൂപയെങ്കിലും വർദ്ധിപ്പിക്കുമോ എന്ന ചോദ്യങ്ങളും പല ഗുണഭോക്താക്കളും ഉന്നയിക്കുന്നുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഇല്ലെങ്കിലും ബജറ്റിൽ ജനങ്ങൾക്ക് നേരിട്ട് ഗുണം ചെയ്യുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ശക്തമാണ്. ബജറ്റിന്റെ ഭാഗമായി മുതിർന്ന പൗരന്മാർ, വിധവകൾ, ഭിന്നശേഷിക്കാർ, അവിവാഹിതരായ സ്ത്രീകൾ തുടങ്ങി ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന വിഭാഗങ്ങൾക്ക് ആശ്വാസം നൽകുന്ന തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യവും എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. അതേസമയം ജൂൺ മാസത്തെ പെൻഷൻ വിതരണത്തെക്കുറിച്ചും വലിയ പ്രതീക്ഷയാണുള്ളത്. കഴിഞ്ഞ മാസം പെൻഷൻ വിതരണം 25-ാം തീയതിക്ക് ശേഷമാണ് ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മാസവും അതേ മാതൃകയിൽ ജൂൺ 25ഓടെ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ വിതരണം ആരംഭിക്കുമെന്ന പ്രതീക്ഷയും പലർക്കുമുണ്ട്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ജൂൺ 25 എന്ന തീയതി സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക സർക്കാർ ഉത്തരവ് പുറത്തു വന്നിട്ടില്ല. അതിനാൽ ഇത് ഇപ്പോൾ വിവിധ റിപ്പോർട്ടുകളുടെയും മുൻമാസത്തെ വിതരണ രീതിയുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ്. അതേപോലെ ഇനി ഔദ്യോഗിക ഉത്തരവുകൾ പുറത്തിറങ്ങുന്ന മുറയ്ക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ്. ജനങ്ങളുടെ കയ്യടി നേടുന്ന പ്രഖ്യാപനങ്ങൾ ആദ്യ ബജറ്റിൽ ഉൾപ്പെടാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. അതിനാൽ ക്ഷേമ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, സ്ത്രീകൾക്കുള്ള പദ്ധതികൾ, മുതിർന്ന പൗരന്മാർക്കുള്ള ആനുകൂല്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ പ്രത്യേകം ശ്രദ്ധ നേടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിനാൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ നിർണായകമാണ്. ബജറ്റിൽ എന്ത് പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാവുക, പെൻഷൻ വർധനവ് ഉണ്ടാകുമോ, ജൂൺ മാസത്തെ പെൻഷൻ വിതരണം എപ്പോൾ ആരംഭിക്കും എന്നീ കാര്യങ്ങൾക്കുള്ള വ്യക്തമായ ചിത്രം ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.